ആകാശ് തില്ലങ്കേരിയുടെ നിയമലംഘന യാത്രയിൽ മാനന്തവാടി ജോയിന്റ് RTO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതി സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ചാണ് മാർച്ച്. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്തുണ്ട്. സുർജിത്ത്, മാർച്ച് ഏത് രീതിയിലാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? എന്താണ് ഇപ്പോൾ ഇവരുടെ ആവശ്യം? ഇവിടെ പ്രതിഷേധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആകാശ് തില്ലങ്കേരി നടത്തിയ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതി സ്വീകരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോയിന്റ് RTO ഓഫീസിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും പ്രവർത്തകരോട് കൂടിയിട്ടുണ്ട്. ഇവർ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകാൻ വേണ്ടിയാണ് എത്തിയത്. പക്ഷേ ആ പരാതി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു മാർച്ചിന്റെ കാരണം? എന്തടിസ്ഥാനത്തിൽ ഈ മാർച്ച് പരസ്യമായി പനമര ടൗണിലൂടെ നിയമം ലംഘിച്ചുകൊണ്ട്, സകല മോട്ടോർ വാഹന നിയമവും ലംഘിച്ചുകൊണ്ട്, പോലീസ് നിയമവും ലംഘിച്ചുകൊണ്ട്, പട്ടാപ്പകൽ ഞായറാഴ്ച 2:30 മണിക്ക് സുഹൈബ് വധക്കേസിലെ 1-ാം പ്രതി, കണ്ണൂർ ജില്ലയിലടക്കമുള്ള പല കേസുകളിലും പ്രതിയായിട്ടുള്ള ആകാശ് തില്ലങ്കേരിക്കും കൂട്ടാളികൾക്കും ഇവിടെ പരസ്യമായി തുറന്ന വാഹനം, അതും വാഹനം തന്നെ ഈ നിയമലംഘനമാണ്. നമ്പർ പ്ലേറ്റ് ഇല്ല. വീഡിയോ എടുക്കുന്നു. ഒരു വീഡിയോ എടുത്തുകൊണ്ട് തിരച്ചു പരസ്യമായി തന്നെ നിയമലംഘനം ഏതൊരു സാധാരണക്കാരന് പോലും ബോധ്യമാകുന്ന രൂപത്തിൽ ടൗണിലൂടെ ഈ പ്രതി വിലസി നടന്നപ്പോൾ മൂക്കരുതായ പടവല ടൗണിനടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, പടവല ടൗണിൽ ഒരുപാട് പോലീസുകാരുണ്ട്. ട്രാഫിക് നിയന്ത്രണത്തിന് വേണ്ടിയുള്ള പോലീസുകാരുണ്ട്. അവരാർ കേസെടുത്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഞങ്ങളിവിടെ എത്തിയതിനെ ഞങ്ങൾക്ക് വേണം ഉത്തരവാദപ്പെട്ട യൂത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ഭാരവാഹികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ എടുത്തത് ജോയിന്റ് RTOയോട് ഈ നിയമലംഘനത്തിനെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല, എന്തുകൊണ്ട് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുന്നില്ല എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനും, ഇല്ലെങ്കിൽ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ എഴുതി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ എഴുതി തയ്യാറാക്കിയ പിന്നെ ഒരു നിവേദനമാണ്. അതൊരു ജോയിന്റ് RTOയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് കൊടുക്കാൻ പോലും ഞങ്ങൾ ഉത്തരവാദപ്പെട്ട 10 പേരെ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ പോലീസാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ആ പ്രതിയെ ബോധപൂർവം രക്ഷിക്കുന്നതിന് വേണ്ടി പോലീസ് ഞങ്ങൾ തടഞ്ഞു. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിവിടെ പ്രശ്നമുണ്ടാക്കാൻ വന്നവരല്ല. ഞങ്ങൾക്ക് ഈ നിയമലംഘനം ജോയിന്റ് RTO ശ്രദ്ധയിൽപ്പെടുത്താനും ഉചിതമായ നടപടി, ശക്തമായ നിയമവ്യവസ്ഥയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നതാണ്. അനുവദിക്കണമെന്ന് പറയുന്നു, അവർ അനുവദിക്കുന്നില്ല. ഇത് മേലെ നിന്നുള്ള നിർദ്ദേശമാണ്. നിയമസഭാ സമ്മേളനം നടക്കുന്നത് കൊണ്ട് പറ്റില്ല എന്നാണ് ചില ആളുകൾ ഇന്ന് ഇപ്പോൾ പോലീസുകാരിൽ നിന്ന് ഇപ്പോൾ സംസാരം കേട്ടത്. അതുകൊണ്ട് മേലെ നിന്നുള്ള പിണറായിയുടെ നിർദ്ദേശമാണ്, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമാണ് ഇത്. എന്തായാലും ഈ ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്. കാരണം ഇവർക്ക് പരാതി നൽകാൻ എത്തിയ പരാതി പോലീസ് സ്വീകരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളെല്ലാം ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി ഇവർ മുന്നോട്ട് വരുന്നത്. അതേസമയം ഈ വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ലൈസൻസ് ഉൾപ്പെടെ റദ്ദ് ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. മാത്രമല്ല RC സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ഗതാഗത വകുപ്പിൽ നിന്ന് ലഭ്യമാവുന്നത്. ഇതുമായി ആകാശ് തില്ലങ്കേരിയുടെ നിയമവിരുദ്ധ യാത്രയിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ RTO ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് നൽകിയത്.